ഇനി ദുഃഖകരമായ ഒരു വാർത്ത കൊല്ലത്ത് നിന്ന് 5 പതിറ്റാണ്ടിലേറെ കൊല്ലത്തിന് രുചി പകർന്ന ഇന്ത്യൻ കോഫി ഹൗസിന് പൂട്ടുവീഴുന്നു. കോഫി ഹൗസിൻ്റെ കൊല്ലം ശാഖ നാളെ മുതൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. വരുമാനത്തിലെ ഇടിവും ജീവനക്കാരുടെ കുറവുമാണ് ഈ കോഫി ഹൗസിന് പൂട്ടുവീഴാൻ പെട്ടെന്ന് കാരണമായത്. ഇവിടുത്തെ കട്ട്ലേറ്റ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഞാൻ പോകുമ്പോൾ നമുക്ക് പിന്നെ ചെറിയ വിഷമം ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല, മാറുന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ. മാറ്റങ്ങൾ വരട്ടെ, നല്ലത് വരട്ടെ. 1965 ജൂലൈ 27 കൊല്ലത്ത് കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത്. കപ്പലണ്ടി മുക്കിലായിരുന്നു തുടക്കം. പിന്നീട് മെയിൻ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റി. 2014 നിലവിലെ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത്. ഇതോടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി. ഒരു കാലത്ത് കൊല്ലത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായിരുന്നു കോഫി ഹൗസ്. കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ 1989 ഞാൻ കോട്ടയംകാരനാണ്. ആക്ച്വലി ഞാൻ 89 കൊല്ലത്ത് വന്നതാണ്. അന്നു മുതൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണിത്. ദഫേദാർമാരെ പോലെ വേഷം ധരിച്ച സീനിയർ സപ്ലയേഴ്സ്, വെള്ള ഷർട്ടും പാൻറ്റും ധരിച്ച ജൂനിയർ സപ്ലയേഴ്സ്, 40 ജീവനക്കാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോഴുള്ളത് 15ഓളം പേർ. സ്ഥാപനം പൂട്ടുന്നതോടെ ഇവരെ മറ്റു ജില്ലകളിലേക്ക് മാറ്റും. സ്ഥാപനം പൂട്ടുന്നതിൽ എതിർപ്പുള്ളവരുമുണ്ട്. ആളില്ലാത്തതുകൊണ്ടാണ് ഇത് പൂട്ടാൻ നിൽക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള 2-3 ബ്രാഞ്ചുകൾ ഇത് പൂട്ടുന്നുണ്ട്. ഇത് ഇവിടെ മാത്രമായിരിക്കത്തില്ല, എവിടെയൊക്കെ 2-3 മാസത്തോടെ കഴിയുമ്പോൾ പൂട്ടുമെന്നാണ് അറിവ് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ട് ജീവനക്കാർ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് വല്ലതും ഇത് മുമ്പോട്ട് പോകാൻ സാധ്യതയുള്ളൂ. 1 വർഷം മുമ്പ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളിൽ അന്നത് ഉപേക്ഷിച്ചു. പക്ഷേ ജീവനക്കാരെ നിയമിക്കാനോ പുതിയ സ്ഥലം കണ്ടെത്താനോ തയ്യാറാകാത്തത് തിരിച്ചടിയായി. മാനേജ്മെന്റ് പറയുന്നത്, പല തവണ നമ്മൾ ചോദിച്ചപ്പോഴും പറയുന്നത്, സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ടേജാണ് ഈ സ്ഥാപനത്തിൻ്റെ ഈ ഇങ്ങനെയുള്ള നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ ഈ ഒരു പോക്കറ്റ് റോഡ് ആയതുകൊണ്ട് ട്രാഫിക്കിൻ്റെ ഒരു വണ്ടിയുള്ളവർക്കൊക്കെ വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഒരു മെയിൻ ഘടകമാണ്. ഇവിടുന്ന് മാറിയെങ്കിൽ മാത്രമേ കച്ചവടത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. 59 കൊല്ലമായി കൊല്ലം ആസ്വദിച്ച രുചി നാളെ മുതൽ ഓർമ്മ. ആർ അരുൺരാജ്, 24 കൊല്ലം. കൊല്ലത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ശാഖകൾ അടച്ചുപൂട്ടുന്നതിൻ്റെ വെല്ലുവിളിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ കോഫി ഹൗസ് എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അവിടുത്തെ മസാല ദോശയുടെ ചൂടറിഞ്ഞവർ ഒരിക്കലും ഈ കോഫി ഹൗസ് പൂട്ടണമെന്ന് പറയില്ല. പൂട്ടരുത്, പ്രൊഫഷണൽ മാനേജ്മെൻറ്റിലേക്ക് മാറുക. അതിഥിത്തൊഴിലാളികളായി ഇഷ്ടം പോലെ ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ക്ഷാമമുണ്ടാകും എന്ന് പറയുന്നതിലും കഴമ്പില്ല. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കാലത്തിനനുസരിച്ച് മാറാൻ കഴിയാത്ത അവസ്ഥ, ആ വൈമുഖ്യത്തിൻ്റെ കരിമ്പടം എടുത്ത് മാറ്റിയാൽ ഈ കൊല്ലത്ത് കോഫി ഹൗസ് തുടരും. ഈ കോഫി ഹൗസുകൾ ഒന്നും അടയ്ക്കാൻ പാടില്ല. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് അറിയാവുന്ന ആളുകൾ ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരാൻ കോഫി ബോർഡ് തീരുമാനിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.